നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ അത്ഭുതങ്ങളെ തടസ്സപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നാം അവിശ്വാസം പറഞ്ഞാൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ അവിടെ വിശ്വാസത്തോടുകൂടി ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു ആമേൻ പറഞ്ഞാൽ അത് മതി ഒരു അത്ഭുതം നടക്കുവാൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ അവിടെ ശമര്യയെ സിറിയൻ രാജ്യം ചുറ്റും വളഞ്ഞിരിക്കുകയാണ്, സിറിയൻ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര കഠിനമായ ക്ഷാമം ശമര്യയെ നേരിട്ടിരിക്കുക. ഇസ്രായേൽ രാജാവ് എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ എലീശ പറയാണ്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ ഗോതമ്പും യവവും വിൽക്കും. നാളുകളായി കൃഷി നടക്കാത്തൊരു സ്ഥലത്ത് ഗോതമ്പും യവവും ഈ വാതിൽക്കൽ കൊണ്ടുപോയി വിൽക്കും എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ, രാജാവിന്റെ സൈഡിൽ നിന്നുകൊണ്ട് പറയാണ്, യഹോവ ആകാശത്തിന് കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, എലീശ പ്രവാചകൻ പറയാ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം. അടുത്ത ദിവസമായപ്പോൾ അർദ്ധരാത്രി സമയത്ത് ദൈവം വലിയ ഒരു മുഴക്കം കേൾപ്പിച്ചു സിറിയൻ സൈന്യത്തെ. അവരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഭീതിപ്പെട്ട് ഓടിപ്പോയപ്പോൾ അവർ കൊണ്ടുവന്ന യവവും ഗോതമ്പ് ചാക്കുകളും എല്ലാം വഴിയിൽ ഇട്ടിട്ട് ഓടിപ്പോയി. ആ വിവരം കുഷ്ഠരോഗികളായ കുറച്ച് മനുഷ്യര് പാളയത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പോയി അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. ആ യവവും ഗോതമ്പും ഒക്കെ ശമര്യയുടെ വാതിൽക്കൽ കൊണ്ടുവച്ചു. പ്രഭാതമായപ്പോൾ ഇതാ ഇഷ്ടംപോലെ ആഹാരം കൊടുക്കുവാനുള്ള വഴികൾ തുറന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന് എങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമ്മളായിട്ട് കാൽക്കുലേഷനും വഴികളും ഉണ്ടാക്കണ്ട. ദൈവത്തിന് വചനം പറഞ്ഞു, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ദൈവത്തിന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. നമ്മുടെ വഴികളിലും ദൈവത്തിന്റെ വഴി ഉയർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വഴിയും വിചാരവും. ആമേൻ. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് പോലെ ഇന്ന സ്ഥലത്തുനിന്നൊരു വിടുതലുണ്ടാകും, ഇന്നിടത്തുനിന്നൊരു വഴി ഉണ്ടാകും, അങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കേണ്ട. നാം പ്രതീക്ഷിക്കാത്തടത്ത് ദൈവശബ്ദം കേട്ട് നമ്മൾ വിശ്വസിച്ചാൽ മതി. ഇന്നിപ്പോൾ ഈ ദൂത് നിങ്ങളോട് കൈമാറുന്നത്, നിങ്ങൾ എവിടെ നിന്ന് ഒരു വഴി ഉണ്ടാകും. നാളുകളായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നാളുകളായി ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ എല്ലാ വഴിയിലും ഒരുപോലെ അടഞ്ഞിരിക്കുന്നു, വരുമാനങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു, മുന്നോട്ട് പോകാൻ കഴിയാതെ വെളിയിലിറങ്ങിയാൽ പലരും പരിഹസിക്കുകയോ കുറ്റം പറയുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യത്തിലാണ് നിങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നതെങ്കിൽ കർത്താവ് പറയാണ്, നാളെ ഈ നേരത്ത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വാതിൽക്കൽ ഒരു അത്ഭുതം നടക്കും, ഒരു വഴി ദൈവം തുറക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ രാമൻ പറഞ്ഞാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. ഹല്ലേലൂയ. ഇവിടെ അകമ്പടി നായകന്റെ മറുപടി, യഹോവ ആകാശത്ത് നിന്ന് കിളിവാതിൽ തുറന്നാലും അതൊക്കെ നടക്കുമോ? ചിലരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവനുസരിച്ചും നമ്മുടെ പരിചയം അനുസരിച്ചും ഉള്ള കാര്യങ്ങളിലൂടെ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുള്ളൂ എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഒരിക്കലും അല്ല. ദൈവത്തിന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അത്ഭുതങ്ങളാണ്. മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്തുള്ള അത്ഭുതം അല്ല ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതത്തിന്റെ രീതികളല്ല മറ്റൊരു വ്യക്തിയുടെ ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചാൽ മതി. ദൈവം ആ അത്ഭുതം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. യോനാഥാൻ പറഞ്ഞ കാര്യം, അധികം കൊണ്ടും അല്പം കൊണ്ടും രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. അതെ, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. മറിയോട് പറഞ്ഞു, ദൂതൻ വന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഒരു വിശുദ്ധ പ്രജ നിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ പോകുന്നു. എങ്ങനെ സംഭവിക്കും? പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഒരു അറിയാനുള്ള ആഗ്രഹത്തിൽ ചോദിച്ചപ്പോൾ, നീ അത് നിരാശപ്പെടേണ്ട, ഇവിടെ നിന്റെ ചാർച്ചയിൽപ്പെട്ട എലിസബത്ത്, ഇത് 6ാമത്തെ മാസമാണ്, ഇത്ര വാർദ്ധക്യത്തിൽ തന്നെ ദൈവം ഒരു തലമുറയെ കൊടുക്കുന്നു. ആ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിക്കുകയല്ല, ഉടനെ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പിന്നീട് എലിസബത്ത് മറിയയുമായിട്ട് സംസാരിക്കുമ്പോൾ എലിസബത്ത് മറിയയോട് പറയാണ്, കർത്താവ്
തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്നെക്കുറിച്ച് ദൂതന്മാരെ സാക്ഷ്യം പറഞ്ഞില്ലേ? നിനക്കത് വിശ്വസിക്കാൻ തോന്നിയില്ലേ? നീ ഭാഗ്യവതിയാണ്. ദൈവം നിന്നിലും അത്ഭുതം ചെയ്യും. ഈ സാക്ഷ്യവും ഈ വചനവും ഈ ആലോചനയും നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു തരാനുള്ള വാഗ്ദത്തങ്ങൾ വാതിക്കലുണ്ട്. ദൈവം നിവർത്തിച്ചു തരും. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി പാതകൾ തുറക്കുന്നു. തലമുറകളുടെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുന്നു. തലമുറകളില്ലാത്ത വിഷയത്തിൽ ദൈവം തലമുറകൾ നൽകാൻ പോകുന്നു. അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതെ, തലമുറകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വഴി എവിടെ നിന്ന് ചോദിക്കേണ്ട. ദൈവത്തിന്റെ കാര്യം അസാധ്യമല്ല. നിങ്ങൾ വിശ്വസിച്ച് രാമൻ പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വഴി തുറക്കട്ടെ. ഹല്ലേലൂയ. ഹാഗാറിന്റെ തലമുറയ്ക്ക് വേണ്ടി നീരുറവിനെ തുറന്നു കൊടുത്ത് ചില തലമുറയുടെ ഭാവി സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച്, അവരുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്, വരുമാനം സംബന്ധിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു കരുതൽ, ഒരു ഉറവ കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം അത് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണിൽ ദൈവം അത് കാണിച്ചു തരട്ടെ. ഈ മെയ് മാസം തീരുന്നതിന് മുമ്പേ ദൈവം നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ തലമുറയ്ക്കുള്ള വഴിയെ കാണിച്ചു തരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇയ്യോബ് സകല പരിശോധനയിലൂടെയും കടന്നുപോയ ശേഷം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തെ വെറുപ്പിച്ച് വെറുതെറുത്ത് കുറ്റവും പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഇയ്യോബല്ല. ദൈവത്തോട് പിന്നെ സംസാരിക്കുക. രോഗത്തിൽ നിന്ന് സൗഖ്യമൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ പോയ ആളെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രശ്നം, എന്തൊക്കെയാ ആ സമയത്തുണ്ടായ ചിന്തകൾ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ? എന്നതുപോലെ ഈ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയ്യോബിന്റെ അടുക്ക വന്നിങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പം ഇയ്യോബ് അങ്ങോട്ട് പറയാണ്, നിനക്ക് സകലതും കഴിയുമെന്നും ഞാൻ അറിഞ്ഞില്ല, പക്ഷെ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യമാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. സമയമാകുമ്പോൾ അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. സംശയിക്കേണ്ട. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ലൂക്കോസിലെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് വരുമ്പോൾ ലാസറിന്റെ സഹോദരിയായ മാർത്ത പറയുന്നുണ്ട്, കർത്താവേ, മരിച്ചത് മാത്രമല്ല 4 ദിവസമായി ലാസർ നാറ്റം വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. യേശുവിന്റെ മറുപടി, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ആമേൻ. അവർ കല്ല് നീക്കി, മരിച്ചവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അതെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ചീഞ്ഞു നാറിപ്പോയ ഇനി ഒരിക്കലും പുറത്തു വരികയില്ലെന്ന് പറയുന്നത്, നന്മയായി വരികയില്ലെന്നും ജീവൻ ഉണ്ടാകില്ലെന്നും പറയുന്ന വിഷയത്തിൽ ദൈവം ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ആമേൻ. നാറിയ കേസുകൾ, നാറിപ്പോയ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പാകെ നിന്നാവിഷയമായി തീർന്ന പ്രശ്നങ്ങളെ ദൈവം സമാധാനമുള്ളതായും സ്വസ്ഥതയുള്ളതായും പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു ആനന്ദ വിഷയമോ അഭിമാന വിഷയമാക്കി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതെ, സ്വർഗത്തിൽ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അവൻ സകലതും സാധ്യമാക്കുന്ന ശക്തനായ ദൈവം. നിങ്ങളുടെ വിഷമം എന്താണെങ്കിലും, നിങ്ങൾ ആകുലപ്പെടുന്ന പ്രശ്നം എന്താണെങ്കിലും നമ്മുടെ ദൈവം സാധിപ്പിച്ചു തരട്ടെ. അത്ഭുതം നിങ്ങൾക്കൊണ്ട് ചെയ്യട്ടെ. പ്രിയ കർത്താവേ, ഒരുമിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ സന്ദേശം കേൾക്കുന്ന മക്കളുടെ കൂടെ അവിടെ നിന്ന് നിൽക്കുന്നതിനായി നന്ദി. അവരുടെ പ്രശ്നം എന്താണെങ്കിലും അവിടെ നിന്ന് സാധിപ്പിച്ചു കൊടുക്കുന്നതിനായി നന്ദി. അങ്ങയോട് പറ്റി നിൽക്കുവാനും അങ്ങയുടെ ഇഷ്ടം അറിയുവാനും അങ്ങയുടെ വചനം കേട്ട് വിശ്വസിക്കുവാനും ഈ മക്കളെ സഹായിക്കണമേ. സകല അവിശ്വാസങ്ങളും സംശയങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിന്റെ ആത്മാവിൽ മക്കളെ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് പങ്കുവെക്കുന്നല്ലോ. കുറെ പേര് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദയവായി ക്ഷമിക്കണം. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.